നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശിവന്റെ ഉഗ്രരൂപമാണ് ഭൈരവൻ. സമയത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവനും കയ്യിൽ ദണ്ഡ് ധരിച്ചവനും നായയെ വാഹനമാക്കിയവനുമായ ഭൈരവന്റെ 8 രൂപങ്ങളെ അഷ്ടഭൈരവന്മാർ എന്ന് പറയുന്നു. ലോകത്തിനും കാലത്തിനും കാവൽ നിൽക്കുന്ന ഈ ദേവൻ കാശിയിലെ മുഖ്യപ്രതിഷ്ഠയാണ്. മലബാർ പ്രദേശങ്ങളിൽ ഭൈരവൻ തെയ്യത്തിന്റെ രൂപം കെട്ടിയാടാറുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാര രൂപങ്ങളെ പോലെ ശൈവ സങ്കല്പത്തിലുമുണ്ട് വൈവിധ്യമാർന്ന അവതാരങ്ങൾ. ക്ഷേത്രങ്ങളുടെ വടക്കുഭാഗത്ത് ഓവുചാലിന് സമീപത്തായി ശിവലിംഗ രൂപത്തിൽ ഒരു പ്രതിഷ്ഠ കാണാം. നിർമാല്യധാരി എന്ന മൂർത്തിയാണിത്. ഓരോ ദേവീദേവന്മാർക്കും ഓരോ നിർമാല്യധാരി ഉണ്ടാകും. ദേവന്റെ കാര്യസ്ഥനാണ് നിർമാല്യധാരി എന്നാണ് സങ്കല്പം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം പേട്ട വെൺപാലവട്ടം റോഡിൽ ആനേറ കല്ലുമൂട് പ്രദേശം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസ കേന്ദ്രമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുകയാണ്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ വാരാഹി പഞ്ചമി ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ ഇന്ന് ഭക്തജന സാന്ദ്രമാക്കുന്നത്. രണ്ട് ശ്രീകോവിലുകളിലായി ദുർഗയെയും വാരാഹിയെയും പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധന നടത്തുന്ന ക്ഷേത്രമാണിത്. ദുർഗാക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ ആരാധനാമൂർത്തിയാണ് ദുർഗാദേവി. എന്നാൽ വാരാഹി പൂജ ഭക്തജന സാമാന്യത്തിനിടയിൽ ശക്തമായി പ്രചാരം നേടുന്നത് സമീപകാലത്താണ്. പഞ്ചമി ദേവി ക്ഷേത്രം നിലകൊള്ളുന്നത് 500 വർഷത്തിലേറെ പഴക്കം ഉള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ 2 ദേവിമാർ കുടികൊള്ളുന്നു. ശ്രീ ദുർഗാദേവിയും ശ്രീ വാരാഹി പഞ്ചമിയും. 2 ദേവിമാർക്ക് ഞങ്ങൾ തുല്യമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. അപരാഹ്ന നേരത്തു മിഴി പാർത്തിടും ഭക്ത ഭവദുഃഖമാറ്റും നീ ഭുവനേശ്വരി. ഓം ദുർഗായൈ നമഃ, ഓം നിത്യായൈ നമഃ, ഓം ശിവായൈ നമഃ, ഓം ശാംഭവ്യൈ നമഃ. കേരളത്തിൽ വിരലിലെണ്ണാവുന്ന വാരാഹി ക്ഷേത്രങ്ങളേയുള്ളൂ. വാരാഹി, പഞ്ചമി, പഞ്ചുരുളി, രാത്രീശ്വരി തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവി സപ്തമാതൃക്കളിൽ 5ാമത്തെ മാതാവായി കണക്കാക്കപ്പെടുന്നു. ലളിതാ ത്രിപുരസുന്ദരിയുടെ ചൈതന്യത്തിനോടൊപ്പം വാരാഹമൂർത്തിയുടെ ശക്തിയും സമന്വയിച്ച് രൂപം കൊണ്ട വാരാഹി ദേവി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ദേവതയാണ്. സപ്തമാതൃക്കളിൽ 5ാമതായ വാരാഹിയും ദുർഗയും, ദുർഗയുടെ സർവ്വസൈന്യാധിപയാണ് വാരാഹി. അങ്ങനെയുള്ള ക്ഷേത്രം ഒരുപക്ഷെ ലോകത്ത് മറ്റെങ്ങുമില്ല. ഇത് തുല്യ പ്രാധാന്യത്തോടെ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവ്വസൈന്യാധിപയും ഉന്മത്ത ഭൈരവന്റെ പത്നിയുമായാണ് ദേവി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്നു. ബുദ്ധമത വിശ്വാസങ്ങളിലും വജ്രവാരാഹി എന്ന ദേവദാസ സങ്കല്പമുണ്ട്. ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി ദേവി. പ്രധാന പാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. അതിപ്രാചീനതയുടെ ചരിത്രമോ ഐതിഹ്യങ്ങളുടെ പെരുമയോ അല്ല, വിശ്വാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ശക്തമായ അടിത്തറയാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാനുള്ളത്.
കാവുകളും തെക്കേതുകളും അവിടുത്തെ മൂർത്തി ചൈതന്യത്താൽ മഹാക്ഷേത്രങ്ങളായി വളർന്നു വന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ തലസ്ഥാന നഗരത്തിൽ. അത്തരത്തിൽ വളർച്ച പ്രാപിക്കുന്ന ക്ഷേത്രമാണ് പഞ്ചമി ക്ഷേത്രം. പഴയ കാലത്ത് വാളും പീഠവും വച്ച് ദേവീ സങ്കല്പത്തിൽ ആരാധിക്കുകയും ആണ്ടിലൊരിക്കൽ കൊടിതി നടത്തുകയും ചെയ്തിരുന്ന ആരാധനാ സ്ഥാനമാണ് ഇത്. അന്ന് ഇവിടുത്തെ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വലിയ ഉദയാദിച്ചപുരം ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു. ഇന്നും പഞ്ചമി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ ഉദയാദിച്ചപുരത്തപ്പന് വഴിപാട് നടത്തുന്ന ചടങ്ങ് തുടരുന്നു. ആയിരത്തി 1980കളിലാണ് ആദ്യ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അന്നും തെക്കേതെന്ന സമ്പ്രദായം അനുവർത്തിച്ചു തന്നെയായിരുന്നു ചടങ്ങുകൾ. എന്നാൽ ഇവിടെ നിത്യപൂജയ്ക്കുള്ള ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പ്രകാരം പ്രശ്നചിന്ത നടത്തുകയും ഇവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ആയിരത്തി 1992 മെയ് 5-നാണ് ആദ്യ ശ്രീകോവിൽ നിർമ്മിച്ച് ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. ഏതാണ്ട് 2000 ആണ്ടോടെ പഞ്ചമി ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി പഞ്ചമി പൂജകൾ ആരംഭിച്ചു. 2008 നടന്ന ക്ഷേത്ര നവീകരണത്തെ തുടർന്ന് 7 ദിവസത്തെ ഉത്സവം, ആറാട്ട് എന്നീ ചടങ്ങുകൾ നിലവിൽ വന്നു. ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കപ്പെട്ടു. 2018 നടന്ന ദേവപ്രശ്നത്തിൽ ദുർഗാദേവിയുടെ തുല്യ പ്രാധാന്യത്തിൽ തന്നെ പഞ്ചമി ദേവിക്കും ആരാധന വേണമെന്ന് കണ്ടെത്തുകയും അതിൻ പ്രകാരം ദുർഗാക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ പണിഞ്ഞ് പഞ്ചമി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2021 ജനുവരിയിലായിരുന്നു പഞ്ചമി പ്രതിഷ്ഠ. ആദ്യകാലത്ത് തെക്ക് സമ്പ്രദായത്തിലായിരുന്നു പൂജാവിധികൾ. പീഠവും വാളുമായിരുന്നു പ്രതിഷ്ഠ. 1992 ഈ നമുക്ക് ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം 2007 ദുർഗാദേവിയെ തന്നെ നമ്മൾ ഷടാധാര പ്രതിഷ്ഠ നടത്തി. പിന്നീട് നടന്ന 2017 നടന്ന ഒരു ദേവപ്രശ്നത്തിലാണ് ഇവിടെ യഥാർത്ഥ പഞ്ചമിക്ക് സ്ഥാനം ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2021 ഉത്തരായനത്തിലെ അത്യുത്തമ മുഹൂർത്തത്തിലാണ് വാരാഹി ദേവിയെ പ്രതിഷ്ഠിച്ചത്. ആറ് കൈകളുള്ള പഞ്ചമി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദുർഗ, പഞ്ചമി എന്നീ ദേവതമാർ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ക്ഷേത്രം വികാസത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിച്ചു. ദുർഗാ സന്നിധിയിൽ നവദീപവും വാരാഹി സന്നിധിയിൽ വാരാഹി ദീപം സമർപ്പിക്കുക എന്നതാണ് പ്രധാന വഴിപാടുകൾ. താലത്തിലെ അരിയിൽ ഉടച്ചുവച്ച നാളികേര മുറികളിൽ നെയ്യൊഴിച്ച് പഞ്ചനാളങ്ങൾ തെളിയിക്കുന്നതാണ് വാരാഹി വിളക്ക്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായകമാകുന്ന നേർച്ചകളാണിവ. പ്രധാന ക്ഷേത്രങ്ങളോടൊപ്പം കാണുന്ന ഗണപതിയാണ് പ്രധാന ഉപദേവത. അതിനു പുറത്തായി ശാസ്താവ്, നാഗദൈവങ്ങൾ, വനദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുമുണ്ട്. പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി, ശാസ്താവ്, വനദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി, നവഗ്രഹങ്ങൾ ഇത്രയുമാണ് ഇവിടെ നമുക്ക് പ്രതിഷ്ഠയായിട്ടുള്ളത്. ഭദ്രകാളിക്ക് പ്രത്യേകത കണ്ണാടി വിഗ്രഹമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണിത്. അവിടുത്തെ പല ഭഗവാന്മാരും ഏകോപിച്ച് കണ്ണാടി വിഗ്രഹത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ പരാശക്തി രൂപത്തിൽ അവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു. പിന്നെ നാഗരുണ്ട് അവിടെ. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, പിന്നെ ചിത്രകൂടം. പൗർണമി, അമാവാസി, പഞ്ചമി ദിനങ്ങളാണ് ഇവിടെ പ്രധാനം. മകരത്തിലെ അശ്വതി നാളിൽ ആറാട്ട് വരുന്ന വിധം
7 ദിവസത്തെ അശ്വതി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഏതാണ്ട് അതേ പ്രാധാന്യത്തോടെ തന്നെ നവരാത്രി ഉത്സവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. വരാഹി എന്ന പൃഥ്വിദേവതയാണ്, ഭൂമിയുടെ ദേവതയാണ്. അപ്പം കിഴങ്ങ് വർഗ്ഗങ്ങൾ വരാഹിക്ക് സമർപ്പിക്കാം. മാതളം, നാരങ്ങ, കരിക്ക് ഉൾപ്പെടെ ഒരു തട്ടത്തിൽ നിവേദിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുർഗയ്ക്ക് സാധാരണ രീതിയിലുള്ള പായസം അതുപോലുള്ള വഴിപാടുകളാണ് ഇവിടെ നടന്നു വരുന്നത്. കുഞ്ചമനോഹര പാദചലന്മണി നൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദി സുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ. ശാന്തഭാവത്തോടെ ദുർഗയും രൗദ്രഭാവത്തോടെ വാരാഹിയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ദേവതമാരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഭക്തരുടെ അനുഭവ കഥകൾ ഈ സന്നിധിയിലെ ഭക്തജന തിരക്ക് അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സർവ ഐശ്വര്യദായിനിമാരായ ഈ അമ്മമാർക്ക് മുന്നിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം. ദേവി എന്നത് ശക്തിയുടെ പ്രതീകമാണ്. സദാ പ്രവർത്തന നിരതയായിരിക്കുന്ന ശക്തി. ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികകൾക്കുള്ളിലാണ്. ദേവി പൂജയിലൂടെ ആ ശക്തി കൂടുതൽ പ്രകാശമാനമാകുന്നു. ആ മഹത്വം അനുഭവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.